JS അഖിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. കോൺഗ്രസ് നേതാവ്. അദ്ദേഹം തന്നെയാണ് വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതും. ശ്രീ JS അഖിൽ, ഇന്നത്തെ PSC യോഗത്തിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? ഒരു വിപുലമായ അന്വേഷണ പ്രഖ്യാപനം ഉണ്ടാകുമോ? സർക്കാരിൻ്റെ അന്വേഷണ പ്രഖ്യാപനം വൈകുകയാണ്. സർക്കാർ എന്ത് നിലപാടെടുക്കണമെന്നതാണ് നിങ്ങളുടെയൊക്കെ ആവശ്യം? തീർച്ചയായിട്ടും ഞങ്ങൾ ഇതിനകത്ത് വളരെ ശ്രദ്ധാപൂർവമായിട്ടുള്ള കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്കും മറ്റ് ജനങ്ങൾക്കുമുള്ള ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് ഇതിനകത്ത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ കഴിഞ്ഞ കുറെ കാലമായി കേൾക്കുന്നുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഈ പരീക്ഷ എഴുതിയിട്ടുള്ള പലതരത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഒത്തിരി ആക്ഷേപങ്ങളുണ്ട്, അവർക്ക് പരാതിയുണ്ട്. മാർക്ക് ലിസ്റ്റിന്റെ വാല്യുവേഷനുമായി ബന്ധപ്പെട്ടിട്ട് പ്രശ്നങ്ങളുണ്ട്, മാർക്ക് നൽകിയിരിക്കുന്ന വ്യവസ്ഥിതിയുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ട്, ഇന്റർവ്യൂ ബോർഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. പല തസ്തികകളിലേക്ക് നടന്നിട്ടുള്ള നിയമനങ്ങളിൽ തന്നെ സംശയം തോന്നുന്ന രീതിയിൽ ചില ജില്ലകൾ കേന്ദ്രീകരിച്ചിട്ട് നടന്നിട്ടുള്ള നിയമനങ്ങൾ, അത്തരം കാര്യങ്ങളിനകത്ത് മൊത്തത്തിലുള്ള സംശയമുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് പരിശോധിക്കേണ്ട ഒരു സ്ഥിതിയുണ്ട്. പക്ഷേ ഇത് ഒരു യഥാർത്ഥ പ്രശ്നം, PSC എന്നത് ഒരു സ്വതന്ത്ര ബോഡി ആയതുകൊണ്ട് അവിടെ നടത്തുന്ന അന്വേഷണത്തിനകത്ത് പലതരത്തിലുള്ള പരിമിതികളുണ്ട്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ഇതൊരു പരാതിക്കാരനാണ് നിലവിൽ, സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആ പരാതിയെ സ്വീകരിച്ചുകൊണ്ട് നിയമോപദേശം തേടേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പൊ അത് നിയമോപദേശം തേടിയതിനു ശേഷം ഏത് തരത്തിൽ ഇതിന് ഉചിതമായി ഈ പറയുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായി ഏത് തരത്തിൽ നടപടി എടുക്കാൻ കഴിയുമോ അത്തരത്തിലൊരു നടപടി സ്വീകരിക്കാം എന്നുള്ള ഉറപ്പ് ഗവൺമെന്റ് ഭാഗത്ത് കൃത്യമായി കിട്ടിയിട്ടുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുമുണ്ട്, ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്നും അത്തരം ഉറപ്പ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ആ പരാതി അടിസ്ഥാനത്തിൽ ആ പരാതി അന്വേഷിച്ച് തെളിഞ്ഞതിന് ശേഷം മാത്രം മറ്റ് നടപടികൾ എങ്ങനെ വേണമെന്നുള്ളത് കൈക്കൊള്ളാം. കാരണം ഇതിനകത്ത് ഈ PSCയുടെ മുൻ 10 വർഷക്കാലത്തെ നിയമനങ്ങൾ, 10 വർഷക്കാലമായി നടന്നിരിക്കുന്ന പോസ്റ്റിംഗുമായി ബന്ധപ്പെട്ട്, 10 വർഷക്കാലം നടന്നിരിക്കുന്ന ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ട്, 10 വർഷക്കാലം നടന്നിരിക്കുന്ന മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ആരോപണങ്ങളാണ് ഏറെ കൂടുതൽ. അത്തരം ആരോപണങ്ങൾ എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതാണ്. അപ്പം ആ PSC ചെയർമാൻമാരായിട്ട് ആ കാലഘട്ടത്തിലിരുന്ന ആളുകൾ, PSC അംഗങ്ങളായി ആ കാലഘട്ടത്തിലിരുന്ന ആളുകൾ, അത്തരം ആളുകളിലേക്കൊക്കെ ചിലപ്പോൾ ഈ അന്വേഷണം പോകേണ്ടി വരും. അപ്പൊ ഇതൊരു ഇന്റേണൽ എൻക്വയറി എന്നുള്ള നിലയ്ക്ക് PSC പ്രഖ്യാപിച്ചിരിക്കുന്ന എൻക്വയറിക്കകത്ത് വിശ്വാസ്യത ഇല്ല എന്നുള്ള യാഥാർത്ഥ്യമുണ്ട്. കാരണം അവരുടെ അകത്തുള്ള സോഴ്സിനെ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് പിടിക്കപ്പെട്ട ആരെയും പിടിക്കപ്പെടാൻ പോകുന്നില്ല എന്നുള്ളത് പച്ചപ്പരമായ യാഥാർത്ഥ്യമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു ഇന്റേണൽ എൻക്വയറി അല്ല, മറിച്ച് ഒരു എക്സ്റ്റേണൽ എൻക്വയറി വേണമെന്നുള്ള നിലയ്ക്കാണ് ഞങ്ങൾ അതിനെ കാണുന്നത്. ഒരു സ്വതന്ത്ര ഏജൻസി, യോഗ്യതയുള്ള ഒരു സ്വതന്ത്ര ഏജൻസി ഇത് അന്വേഷിക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങൾ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഞങ്ങൾ ഉൾപ്പെടെയുള്ള കൊടുത്തിരിക്കുന്ന ആ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ അത്തരത്തിലൊരു തീരുമാനം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കൈക്കൊള്ളുമെന്ന് ഞങ്ങൾക്ക് പരിപൂർണമായ വിശ്വാസമുണ്ട്. ഗവൺമെന്റ് എടുത്തിരിക്കുന്ന നിലപാട് തുടക്കം മുതൽ തന്നെ വളരെ കൃത്യമായി ഉദ്യോഗാർത്ഥികളെയും മറ്റ് ആക്ഷേപമുള്ള ആളുകളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവർ പറയുന്നതിലൊക്കെ യാഥാർത്ഥ്യമുണ്ട് എന്ന് ഉത്തമ ബോധ്യത്തോടു കൂടിയിട്ടുള്ള ഇടപെടലുകളാണ് ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഗവൺമെന്റിൽ പരിപൂർണമായ വിശ്വാസമുണ്ട്. ഗവൺമെന്റ് അത്തരത്തിലുള്ള ഒരു തീരുമാനം കൈക്കൊള്ളുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഓക്കെ, വളരെ നന്ദി JS അഖിൽ. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇത് രാഷ്ട്രീയമായി തന്നെ സർക്കാരിന് മുന്നിൽ തീരുമാനം ഇക്കാര്യത്തിൽ എടുക്കേണ്ടതുണ്ട്. കാരണം ഒരേ സമയം PSCയുടെ വിശ്വാസ്യത നിലനിർത്തണം, അതിനപ്പുറം ഈ ആക്ഷേപങ്ങളിൽ വ്യക്തത വരുത്തുകയും വേണം. അപ്പോൾ അന്വേഷണം ഉണ്ടാകുമോ എന്ന് കരുതാം. അതിനുമപ്പുറം ഇന്ന് PSC യോഗമാണ്. PSC യോഗത്തിൽ PSC ചെയർമാൻ അടക്കം എന്ത് വിശദീകരിക്കാനുണ്ട് എന്നതും പ്രധാനപ്പെട്ടതാണ്. പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. ഈ ആക്ഷേപങ്ങളുടെ വസ്തുത തേടി പോവേണ്ടതുണ്ട്. ചില ആക്ഷേപങ്ങൾക്ക് കഴമ്പുണ്ടാവില്ല, പക്ഷേ അതിൽ വ്യക്തത വരുത്തേണ്ടത് PSC ചെയർമാനും PSCയുടെ ഉത്തരവാദിത്തപ്പെട്ടവരും തന്നെയാണ് എന്നതാണ് നിലവിലെ സാഹചര്യം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.